എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ രക്തശാലി നെല്ല് ആണ് കാണിക്കുന്നത്. രക്തശാലി നെല്ല് നടുന്നതും അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ടുള്ള അപ്ഡേറ്റ്സൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി പേര് കാണുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നെല്ല് കതിരൊക്കെ വന്ന് പാകമാകാറായപ്പോഴാണ് മഴ പെയ്തത്. അപ്പോൾ നല്ല മഴയായിരുന്നല്ലോ, ഒരു ആഴ്ചത്തോളം ആയിട്ട് ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പം ആ മഴ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് നെല്ലൊക്കെ പോകുമെന്നാണ്. പക്ഷേ നമ്മൾ അതിന് ഒരു പരിഹാരമായിട്ട് വീഡിയോയിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെയാണ് കാണിക്കുന്നത്. നെല്ല് കതിരൊക്കെ വന്ന് പാകമായി അത് അരിയായിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു മാസത്തോളമെങ്കിലും മഴയില്ലാതിരിക്കണം. ഒരു 2 ആഴ്ചയെങ്കിലും മഴയില്ലാതിരുന്നാലേ നെല്ല് നമുക്ക് പാകമായിട്ട് കിട്ടൂ. അപ്പോൾ അത് ഈ പ്രാവശ്യത്തെ മഴ കാരണം നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെടുമെന്നാണ് വിചാരിച്ചിരുന്നത്. നല്ല രീതിയിലുള്ള മഴ ചെടിക്ക് വെള്ളം പിടിച്ച് മറിഞ്ഞു പോകാനായിട്ട് വെയിറ്റ് താങ്ങാതെ മറിഞ്ഞു വീഴാനും അതല്ലാതെ നെല്ല് പാകമാകാതിരിക്കാനും ഒക്കെ കാരണമാകും. ഇത് നട്ടത് എങ്ങനെയാണെന്നും ഇതിൻ്റെ വളപ്രയോഗം എന്തൊക്കെയാണെന്നും ഒക്കെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിലുണ്ട്. പിന്നെ നമ്മൾക്ക് വേപ്പെണ്ണ ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കണം, പുഴുക്കളും കീടങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു ഷീറ്റാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ടത്, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഭാഗം നമ്മളിങ്ങനെ പന്തലിട്ടിരുന്ന ഭാഗത്തിൻ്റെ താഴെ ആയതുകൊണ്ട് നമുക്ക് ആ ഷീറ്റ് വേഗത്തിലിടാൻ പറ്റി. അപ്പോൾ അത് കാരണം നമ്മുടെ നെല്ലൊന്നും നമുക്ക് നശിച്ച് പോകാതെ കിട്ടി. അപ്പോൾ ഇപ്പോഴത്തെ ഏകദേശ പരുവം ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ പാകം നോക്കുന്നതെന്ന് എനിക്കറിയാത്തതുകൊണ്ട് ചെടി മുഴുവനും ഉണങ്ങിയിട്ടാണോ എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല വെള്ള കളറിലുള്ള പാകമാകാത്ത അരിയാണ്. അപ്പോൾ ഇത് ഇനിയും ഒരു 2-3 ആഴ്ചയും കൂടി എടുക്കുമെന്ന് തോന്നുന്നു ഇത് പാകമാകാനായിട്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നെല്ലുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നമ്മൾ ചെയ്തൊരു കാര്യം വളരെ സക്സസ് ആയിട്ട് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. രക്തശാലി നെല്ല് രക്തക്കുറവുള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പറ്റുമെങ്കിൽ കൃഷി ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കോവലുണ്ടായിട്ടുണ്ട്. കോവൽ എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് കോവൽ ഇങ്ങനെ കുറച്ചെങ്കിലും ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ മഴയൊക്കെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ കുറവ് നേരത്തെയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കുറച്ചാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ നട്ട് ഉണ്ടാക്കിയ പച്ചക്കറികൾ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മുടെ റംബൂട്ടാനിൽ ആദ്യമായിട്ട് കായ പിടിച്ചു. ഇതിലെങ്ങനെ കായ പിടിച്ചു എന്നും ഇതിന് ഞാൻ ചെയ്ത ഇതൊരു 6-7 വർഷമായിട്ട് കായൊന്നും പിടിക്കാൻ നിന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വളമാണ് ഞാൻ ചെയ്തതെന്നും അതെങ്ങനെ കായ പിടിച്ചതെന്നും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്, എല്ലാവരും കാണണം. ഇതൊരു റെഡ് കളറാകുമ്പോൾ മാത്രമേ നമുക്കിത് ചെടിയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, എന്നാലേ പഴുത്ത് കിട്ടൂ. അപ്പോൾ ആ ചെടിയിൽ തന്നെ നിന്ന് പഴുക്കുന്നതാണെന്ന് തോന്നുന്നു നല്ലത്. എന്തായാലും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാനത് എടുത്തു നോക്കിയത്. നമുക്ക് കവറിട്ട് വെക്കാനൊന്നും പറ്റിയില്ല, ഇത് അത്യാവശ്യം പൊക്കമുള്ളൊരു മരമാണ്. ആദ്യമായിട്ട് ഉണ്ടായതുകൊണ്ട് വളരെ കുറച്ചാണ് ഉണ്ടായത്. കുറെ കായൊക്കെ ഉണ്ടായെങ്കിലും ഈ മഴയത്തൊക്കെ കൊഴിഞ്ഞു പോയി. റൗണ്ട് ഓർക്കിഡ് ഏത് സീസണിലും ഉണ്ടാവും. അപ്പോൾ 2-3 സൈസ് കളർ നമ്മുടെ കയ്യിലുണ്ട്. ഒരു മഞ്ഞ കളറുണ്ട്, അതിന് പൂവിട്ടിട്ടില്ല. അപ്പോൾ അത് പൂവിടുമ്പോഴേക്കും കാണിക്കാം. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ തക്കാളി ഏകദേശമൊക്കെ കഴിയാറായി. നമുക്ക് പുതിയ തക്കാളിയൊക്കെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. തക്കാളി നടുന്നതിനെ കുറിച്ചിട്ടും അതിനെ ചേർക്കേണ്ട വളത്തെക്കുറിച്ചിട്ടും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു നോക്കണം. കൃഷിയെക്കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന രീതികളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം വീഡിയോ കാണുന്നവർക്കൊക്കെ അത് ഉപകാരപ്പെടുമല്ലോ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.